ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കേയും കൺമണി. അപ്പോൾ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ വീഡിയോ, എപ്പോഴും പറയണ പോലെ തന്നെ എപ്പോഴും വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കും. പക്ഷേ ഈ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇല്ലാതെ. ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്, എന്താ വീഡിയോ ഇടാത്ത ലോങ് വീഡിയോ എന്താ ഇടാത്ത, ഷോർട്സ് എന്താ ഇടാത്ത, അങ്ങനെ കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുക്കും, മടിയായിട്ടാണ് വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ആദർശേട്ടൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അച്ചാച്ചൻ്റെ കുറച്ച് സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ, എന്ന് വെച്ചാൽ രാവിലെ തൊട്ടിട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരം വൈകിട്ട് എല്ലാവരും നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ, എങ്കിലും അത് ഫുള്ളായിട്ടില്ല. എപ്പോഴും പോലെ എന്നത്തെയും പോലെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും ആദർശമായിട്ടും അടി ഉണ്ടാവും. അങ്ങനെ മിക്ക വീഡിയോസും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതുപോലെ ഇതിലും നൈസായിട്ടുണ്ടായിട്ടുണ്ട്. എന്നാലും എടുത്തത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് വായോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നത് വെച്ചെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസൊന്നും ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ടോളൂ. അപ്പോൾ അങ്ങനെ ഉറങ്ങി എനിക്ക് ഞാനും ആദർശേട്ടനും വേഗം കടയ്ക്ക് പോയി. കാരണം സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കായിരുന്നു, ചിക്കനൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ വെച്ചെങ്കിൽ ഇത് ചണ്ടിക്കോഴി എന്നൊരു പേര് പറയും. കാരണം നമുക്ക് കോഴിക്കധികം മീറ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഫുള്ള് ഇങ്ങനെ എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ആദർശേട്ടൻ അവിടെ നിന്ന് ചിക്കൻ വാങ്ങിക്കുമ്പോഴേക്കും എന്നോട് അപ്പുറത്ത് നിന്ന് പച്ചക്കറി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നല്ല, ഈ ഷോപ്പിൽ നിന്നല്ല പച്ചക്കറി വാങ്ങിക്കാറ്. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഞങ്ങൾ ഇതേ വെറുതെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ആദർശേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഇവിടെ പറയണേ. ആദർശേട്ടൻ അങ്ങനെ വീഡിയോ സെറ്റാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ആൾ ഡൗൺ ആവട്ടോ. അപ്പോൾ നമ്മളിത് ചെറുപ്പയിലാണുള്ളത്, ഇത് മേലെ ചെറുപ്പ എന്തോ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ ചേട്ടൻ മുട്ടയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മുട്ട അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ അത് ചിക്കനൊക്കെ കിട്ടി. അങ്ങനെ ഇതയാൾ ബില്ലൊക്കെ തന്ന് നമ്മൾ പൈസയൊക്കെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ അബദ്ധം പറ്റി ഗൈസ്, നമ്മളവിടെ നിന്ന് പഞ്ചസാര എടുക്കാതെ പോന്ന്. ഞങ്ങളിതാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അടിപ്പാടി വരികയാണ് കേട്ടോ. എന്നിട്ടാണ് കടക്കാരൻ ഞങ്ങളവിടെ വണ്ടി സ്റ്റാർട്ടാകേണ്ട അവിടെ ആദർശേട്ടൻ ഇതൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കണം. കുറേ സംഭവങ്ങളുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർ എടുത്തില്ല, ബൈക്കിലാണ് വന്നിട്ടായിരുന്നത്. അപ്പോൾ ഇത് സെറ്റാക്കുന്ന സമയത്ത് കടയിലത്തെ ചേട്ടൻ വന്നിട്ട് ഓടി വന്നിട്ട് പഞ്ചസാര എടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കൊടുന്നു. അപ്പോൾ ആദർശേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കാരണം നീ യൂട്യൂബ് സെറ്റാക്ക്, നിനക്ക് സമയം കൂടുതലുള്ളതുകൊണ്ടാണ് നിനക്ക് വീഡിയോസ് ഒന്നും ഇടാത്ത, അങ്ങനെയൊക്കെ പറയായിരുന്നു കേട്ടോ. ആ ഷോപ്പത്തെ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇതൊന്നും കെട്ടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ആൾ വന്നിട്ട് തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് കെട്ടിയിട്ടൊക്കെ തന്നു. അപ്പോൾ അത് ഇത്രയുണ്ട് കവറുകൾ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് നമ്മൾ അടുത്ത കടയ്ക്ക് പോയി. ഇവിടെ നിന്നാണ് നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് പയർ, ഇനിയും കുറേ സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ പഴം, പയർ, മാങ്ങ, എന്തൊക്കെയോ സാധനങ്ങളുണ്ടായി. അപ്പോൾ അതൊക്കെ വാങ്ങിക്കായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ച് എൻ്റെ കയ്യിലാച്ച് നിറച്ച് കവറാക്കി പിടിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് അതും പിടിച്ചിട്ട് ആദർശേട്ടൻ അവിടെ നിന്ന് ഫ്രൂട്ട്സിൻ്റെ അവക്കാഡോ എന്തോ കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം പോസ്റ്റായിട്ടോ. അപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഇടയ്ക്ക് നമുക്ക് നല്ല അവക്കാഡോ കിട്ടും, ഇടയ്ക്ക് നല്ല കയ്പ്പാവും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കും ഗൈസ്. നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ മാറ്റി എന്തൊക്കെയോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ്, ഈ വീട് നമ്മൾ ചിലപ്പോൾ എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വീട് ഫുള്ള് പണിയൊക്കെ തീർത്ത് അടിപൊളിയാക്കി തുടങ്ങി. അയൽവാസി വരാൻ പോവാണ് നമ്മുടെ വീട്. ഇതെടുത്ത് കുത്തി വെക്കാനും പറ്റില്ല. മുട്ട ഞങ്ങളുടെ കയറി വെക്കട്ടെ. ഓടി പണി തുടങ്ങിയോ? ഇവിടെ ആളുകൾ അടി അടിക്കുന്നത് അടി അടിക്കുന്നത് ഇങ്ങനെ കുഞ്ഞ ഇരിക്കാറില്ല. ചായ വെക്കണ്ടേ?
അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അപ്പം അമ്മ അവിടെ കുപ്പിയൊക്കെ എടുത്ത് കഴുകി വെക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് അങ്ങനെ ആദർശാണ് ചായ കുടിക്കാതിരുന്നു. നമ്മുടെ അച്ചാച്ചൻ അവിടെ എത്തിയിട്ടുണ്ട്. അച്ചാച്ചനാണ് കേട്ടോ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തരണേ. അപ്പോൾ ആദർശാണ് ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഒക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചായക്കുള്ളത് പൊറാട്ടയും പിന്നെ തലേ ദിവസം വെച്ച മീൻകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് കഴിക്കായിരുന്നു. ചായക്കറി ഉണ്ടാക്കണ്ട, പിന്നെ പുറത്ത് പോയപ്പോൾ ജസ്റ്റ് പൊറോട്ട വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ചായക്ക് കുടിച്ച അച്ചാച്ചൻ ഈ അവക്കാട കണ്ടിട്ട് അത് പേരയ്ക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് ഞാനും ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ദേവി ഇനി മാറിയത് പേരയ്ക്കാണ്. അങ്ങനെ ആദർശേട്ടൻ മുറിച്ച് കാണിച്ചു കൊടുക്കട്ടെ അത് അവക്കാട ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദർശേട്ടൻ ചിക്കൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോഴിക്ക് ഇങ്ങനെ എന്താ പറയുക ഫുള്ളിങ്ങനെ മീറ്റില്ലാതെ എല്ല് മാത്രമായിട്ടാവും. അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ മുറിക്കാനൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ അത് വൃത്തിയാക്കി തരാം. അവിടെ വെച്ചിങ്ങനെ പൂച്ച വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യും. അച്ചാച്ചൻ മോൻ പണിയെടുക്കണത് ഇങ്ങനെ നോക്കിക്കാട്ടോ. ഞാനൊരു ദിവസേ നിങ്ങളുള്ള ഭക്തി പിന്നെ 6 എണ്ണം പഠിച്ചു. 6 എണ്ണം പഠിച്ച് വെച്ചാൽ പിന്നെ 2 എണ്ണം ഒന്ന് ഉപ്പൂന് വന്ന് നിനക്കും ഉച്ചക്കത്തേക്ക് 4 എണ്ണം ഞങ്ങൾക്ക് 4 ആൾക്ക് വൈകുന്നേരത്തേക്ക് ഞാനും ഉൾക്കെത്തിക്കാൻ കൂട്ടില്ല. അപ്പോൾ ചോറ് കറി കറി ചോറ് വെച്ച് കറിയൊക്കെ വെക്കൽ ഞാൻ കറിയും വെച്ചിട്ട് എൻ്റെ മോനോട് അന്നിരുന്ന് ഇതൊക്കെ നല്ല വാസന. ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ടാ പൊരിക്കുക. നല്ല വാസന പിന്നോട് ഒന്നും കടിക്കുകയായിരുന്നു. ഒന്ന് കൊടുത്തു ഒന്ന് നിർത്തുമ്പോൾ നല്ല രസം. ഒന്നുകൂടി കടിക്കുകയായിരുന്നു. വൈകുന്നേരം രാവാൻ എട്ടങ്ങളായി കടിക്കുകയായിരുന്നു. മുഴുവൻ അപ്പൊ ചോറിനോന്ന് വെച്ച് ചോറിനൊന്നും വേണ്ടായിരുന്നു. അത് തിന്നാതിരിക്കാം. ഞാൻ വരണോ മുറിക്കാൻ? അപ്പുറത്തെ സൈഡിൽ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോ രോഗിയാക്കിട്ട് ഈ ഫോൺ എടുക്കാത്ത ഞാൻ അവിടെ പോയാലോ ഭയങ്കര തിരക്കായില്ല. ഇവിടെ വീട്ടിലാണെങ്കിൽ വിളിച്ചാൽ ഞാൻ അവിടെ വിളിച്ചാലേ വക്കീല് വിളിച്ചില്ല. മറ്റേ പൂച്ചയ്ക്ക് വേണ്ടി വക്കീല് വിളിച്ചു. അപ്പോൾ ആദർശേട്ടൻ ചിക്കൻ കഴുകേണ്ട പണിയില്ലാട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് ഇങ്ങനെ ഞാൻ അമ്മ ആദർശേട്ടൻ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളൊരു ദിവസം. സൺഡേ ആണ് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുള്ളൂ. പക്ഷേ ചേച്ചിയും വന്ന ചേച്ചിയും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയുള്ളൊരു സമയം എന്ന് വെച്ചാൽ ഒരു അടിപൊളിയാണ്. ഇങ്ങനെ എല്ലാവരും കൂടി കുക്കിങ് അത് ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇന്ന് അച്ചാച്ചനും കൂടി വന്നപ്പോൾ നല്ലൊരിതായി. കാരണം ഫസ്റ്റേക്ക് അച്ചാച്ചനെ നല്ല പേടിയായിരുന്നു. കൈസയ്ക്ക് അച്ചാച്ചനെ കുറേ ചീത്ത കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ അച്ചാച്ചനെ മനസ്സിലാക്കുമ്പോഴാണ് അച്ചാച്ചൻ നല്ല പാവാന്നൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പം നല്ല കമ്പനിയായിട്ട് ഈ മല്ലി സ്ഥലം എടുക്കാം. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കറിയിൽ ഇഞ്ചി പച്ചമുളക് സബോള അങ്ങനത്തെ ഒന്നും ചേർക്കില്ല. ഈ മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ടാണ് കറി വെക്കുക. അത് അമ്പലത്തിലൊക്കെ ഉണ്ടാക്കണ പോലത്തുള്ള കറി ആദർശേണ്ട കഴിക്കാൻ കൊതിയാവെന്ന് പറഞ്ഞിട്ട് പച്ചാച്ചൻ ഉണ്ടാക്കി തരാമുണ്ട്. അച്ചാച്ചൻ ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ തന്നെ വെച്ച് എല്ലാ ദിവസവും ഇങ്ങനെ കഴിച്ച് എനിക്കും ജസ്റ്റ് മടുത്തുണ്ടായി. പച്ചാച്ചൻ്റെ ഒന്ന് കുക്കിംഗ് എനിക്കും ടേസ്റ്റ് നോക്കണമെന്നുണ്ടായി. അപ്പം അച്ചാച്ചൻ കുക്കിംഗ് തുടങ്ങി കേട്ടോ. അപ്പം ഞാനാണ് അച്ചാച്ചൻ്റെ കയ്യാളായിട്ട് നിൽക്കുന്നത് ഓരോന്ന് എടുത്തു കൊടുക്കാനൊക്കെ. ഇതിൻ്റെ ഇടയിൽ നൈസായിട്ട് ചീത്തയും കേൾക്കുട്ടി അച്ചാച്ചൻ ഇത്ര ഇടുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉപ്പ് കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നല്ല പറയാം. പച്ചാച്ചൻ തന്നെ ഉപ്പ് വാരിയിട്ടിട്ട്. പക്ഷെ ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അത് അടുത്ത വീഡിയോ കുറഞ്ഞ് വരാൻ പോകുന്ന വീഡിയോയിൽ മനസ്സിലാവും. കടിവിടാൻ പാടില്ല. ആര് ഏതൊന്നും പിടിക്കാം. പൂച്ച നന്ന് സൈസാക്കട്ടെ. മതി. അപ്പൊ തോന്നണോ പോയോ? കഴിയണ കേട്ടെ നിൽക്കട്ടേന്ന് മതി മതി കേട്ടാ എന്താ പിന്നെ പാടില്ല. കോഴിയാണ് വന്നോട്ടെ. ഏതാടുപ്പത്താ വെക്കണേ? അരി എടുക്കാനായോ? കുറച്ച് കഴിഞ്ഞിട്ടല്ല അത് വെക്കുക. ഇറക്കി വെക്കാം.
സ്റ്റൗവിലൊക്കെ സ്റ്റവ് വെച്ചോ വടി വേമ്പോ ഇട്ടേക്കാം എന്താ വെള്ളം പാത്ത് അങ്ങനെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ബ്രോയിലർ കോഴിയില്ലേ അതും വാങ്ങിച്ചിട്ടുണ്ടായി. അതിനെല്ലാം പറയേശ്വര കറക്റ്റ് അറിഞ്ഞൂടെ. സാധാരണ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനിത് ക്ലീൻ ആക്കാണ് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മ അവിടെ ചെറുപയറല്ല വൻപയറും മത്തനും കൂടിയിട്ട് കറി വെക്കേണ്ട ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പൊരിക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ചു. പിന്നെ പയറുപ്പേരും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അച്ചാച്ചൻ ഇന്ന് അമ്പലത്തിൽ വിളക്ക് വെക്കണമായിരുന്നു. അത് കാരണം അച്ചാച്ചൻ നോണൊന്നും കഴിക്കില്ല. അപ്പോൾ അച്ചാച്ചന് വേണ്ടിയിട്ട് പയറുപ്പേരും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചാച്ചൻ കറിക്കൊക്കെ അച്ചാച്ചൻ സെറ്റാക്കിട്ടോ. പയർ നല്ല ചെറുതാക്കി അരിയാ. ഞാൻ അരിയാ ചെറുതാക്കി നല്ല ചെറുതാക്കി ചെറുതാണല്ലേ ചെറുത് ആ നല്ല രസാ കൂട്ടാൻ. അല്ല അന്യ വലിപ്പമുള്ള വലിച്ചോടെ തന്നെ അറിഞ്ഞോട്ടെ. അത്ര വലിപ്പം അവിടെ രസം പിടിക്കണം. പക്ഷെ ആവണ്ട ഞാനും അമ്മയും അപ്പോൾ ഓരോ പണികളിലും ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ചേച്ചൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. ചേച്ചൻ ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും ഓരോരോ സ്റ്റോറി. ഇതുപോലെ തന്നെ എൻ്റെ അച്ചാച്ചൻ കേട്ടോ, തൃശ്ശൂർ എൻ്റെ അച്ചാച്ചനുണ്ട്. അച്ചാച്ചൻ്റെ അടുത്ത് ചെന്നിരുന്ന പിന്നെ അവർ മുന്നത്തെ അവരുടെ ഭീകരമായ സ്റ്റോറീസ് ഫുള്ളിരുന്ന് പറയും. അത് കേൾക്കലാണ് എൻ്റെ അവിടത്തെയും പണിയുണ്ടായിരുന്നു. അച്ചാച്ചൻ അങ്ങനെ എൻ്റെ അച്ചാച്ചൻ വൈകിട്ടാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിരിക്കണം. അപ്പോൾ ഇവിടുത്തെ അച്ചാച്ചനും അതെ ഇതുപോലെ സംസാരിച്ച് തുടങ്ങിയാൽ നന്നായിട്ട് അവരുടെ മുന്നത്തെ അവരുടെ ഓരോ എക്സ്പീരിയൻസ് അവർ വർക്കിൻ്റെ കാര്യം ഒക്കെ നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ അമ്മ വൻപയറും മത്തനുള്ള കറി റെഡിയാക്കാണ് കേട്ടോ. പിന്നെ ഞാനിതാ നമ്മുടെ ഉപ്പേരിക്കുള്ള സംഭവങ്ങൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വയ്ക്കുമായിരുന്നു കേട്ടോ, ചെറുള്ളി. പിന്നെ അതുപോലെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുറേ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്തേക്കും. കാരണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുക വേണ്ടു. അങ്ങനെ ഞാനത് വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. ആദർശേട്ടൻ അവിടെ ഫോണിലാട്ടോ. അപ്പോൾ ആദർശേട്ടൻ അവിടെ നിന്ന് ചൊറിയ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദർശേട്ടനെ വിളിച്ച്. അപ്പോൾ നമ്മുടെ അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഏറെക്കുറെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയുള്ള പണിയാണ് വീട് ക്ലീൻ ആക്കാനുള്ളത്. അടിച്ചുവരി തുടയ്ക്കാനും കൂടി ഉള്ള പണിയും കൂടി ഉണ്ട്. മേശയുടെ മുകളിലൊക്കെ ആകെ വലിച്ചു വരി ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇട്ടേക്കുക. അതിൻ്റെ ഇടയിൽ അമ്മ മിക്സിയിൽ തേങ്ങ അരച്ചിട്ട് അത് ആകെ ജാമായി തുറക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഞാനിത് എൻ്റെ ഉപ്പേരി ഉണ്ടാക്കേണ്ട എൻ്റെ പണിയിൽ കിടന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് അതിൽ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പയറുപ്പേരി വയ്ക്കുക. ചിലവർ ഇത് പയർ വേവിച്ച് കടുകൊക്കെ അത് ഇഷ്ടമല്ല. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, ഇതാണ് ഇഷ്ടം. അപ്പോൾ ഞാനങ്ങനെ അതിങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി വാട്ടിയിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാറ്. പിന്നെ പാകത്തിന് ഉപ്പ് ഇടുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇങ്ങനെ എടുത്ത് വേവിക്കുക. എന്നിട്ട് അത് വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാവും. നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കടുക് പൊട്ടിച്ചിട്ടുള്ള എന്താണെന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് സംഭവം അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചാൽ മതി. അപ്പോൾ സംഭവം സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇതാ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ വെള്ളം നമ്മളിങ്ങനെ വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അമ്മ ഇതാ കറി കൊണ്ടുവന്നിട്ടേക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്ന അച്ചാച്ചൻ വെച്ചത്. ഇത് കൂട്ടാൻ പറ്റില്ല. ഞാൻ ഈ ഗ്യാസിന്മേ ചിക്കൻ പൊരിക്കാനുള്ള പാത്രം വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ മസാലയൊക്കെ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. വേവാ ഇല്ല, വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇങ്ങോട്ട് വാ. കറി വെച്ചോക്ക് ഉപ്പിന്റെ കട്ട ഉപ്പ് കൂട്ടിയിട്ടൊന്ന് ചോക്ക് അമ്മച്ചൻ ഞാൻ ഇല്ല. നമുക്ക് ചോക്ക് മെനക്കതൊന്നും ചെയ്തിരിക്കൂല, കയ്യിലാക്കിക്കൂല. അവക്കേടോ ഉപ്പ് കുറച്ചുണ്ട്.
അങ്ങനെ നമ്മുടെ പയറുപ്പേരിയും ചിക്കൻ പൊരിച്ചതൊക്കെ സെറ്റായി. പിന്നെ നമുക്ക് വേറെ പണികളുണ്ടല്ലോ, വേഗം അടിച്ചുകൂടി തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും സമാധാനമല്ലേ. അപ്പോൾ ഞാൻ അടിച്ചോരി പിന്നെ ഇത് തുടയ്ക്കുകയാണ്, റൂമും അതൊക്കെ തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇത് അമ്മ ഫുഡൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചു. ചിക്കൻ കറി, പിന്നെ പയറുപ്പേരി, പിന്നെ അമ്മ ഉണ്ടാക്കിയ വൻപയറും മത്തനും എലിശ്ശേരി, ചിക്കൻ പൊരിച്ചത്, പിന്നെ സർലാസ്, പിന്നെ മുളക് വറുത്തത്, പപ്പടം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല. പിന്നെ അച്ചാച്ചനൊക്കെ ഇരിക്കുമ്പോൾ ഒപ്പം ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാനും ആദർശനും അച്ചാച്ചനും കൂടിയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. അമ്മയ്ക്കും വിശക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് മുന്നേ അല്ലേ പൊറോട്ട കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ അമ്പലത്തിലൊക്കെ കഴിക്കണ അതേ ഫീൽ ഉണ്ടായി. പിന്നെ ആദർശേട്ടൻ ഫോണിൽ കളിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് സൈഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് കഴിയുമ്പോഴേക്കും ആദർശാൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർ പുറത്ത് പോയി. ഇവിടെ നിന്നാണ് ഗൈസ് ഞങ്ങളുടെ അടി സ്റ്റാർട്ടാക്കുന്നത്. കാരണം ഞാൻ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ ആദർശാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ആദർശേട്ടൻ വന്നിട്ടില്ല. പിന്നെ ഞാനും അമ്മയും കൂടി ഈ ചായയൊക്കെ വെച്ചു. എന്നിട്ടും ആദർശേട്ടനെ വെയിറ്റ് ചെയ്ത് കേട്ടോ. ആദർശേട്ടൻ എത്തിയില്ല. ചായയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ വരും ആദർശേട്ടൻ, കുറച്ച് ഞാൻ വരുമെന്ന് വെച്ച് ഇങ്ങനെ നോക്കിക്കുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ അത് ഇരുട്ടായി തുടങ്ങി. എന്നിട്ട് ആദർശേട്ടനെ കാണുന്നില്ല. ഹലോ, അപ്പോൾ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയതാണ്. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയി. പിന്നെ വീണ്ടും അത് തന്നെയൊന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒപ്പം നല്ല ആദർശേട്ടൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയതാണ്. പക്ഷേ വീട്ടിലേക്കെത്താൻ നേരം വഴി. അപ്പോൾ നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ല. നമ്മൾ പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് അപ്പോൾ അവിടെ വെച്ച് സ്റ്റക്കായി. പിന്നെ എനിക്ക് ഭ്രാന്ത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാനോ ഒന്നിനും പോയില്ല. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസൊക്കെ ഇടും. ഇനി നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചേട്ടാ ബൈ.